ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ബി മലയാളം. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് പോകാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പർമാർ ടെസ്റ്റ് സീരീസ് 9 CGL മെയിൻസിൻ്റെ മോക്ക് എക്സാംസിലെ മാത്സിൻ്റെ സൊല്യൂഷൻസ് ആണ് നോക്കണേ. ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ഒരു 15 ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വായിച്ചു നോക്കാം നിങ്ങളെല്ലാവരും. 2 ആൾക്കാരുണ്ട്, എക്സും വൈയും. അവരൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, ഒരു 10% ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടി. അപ്പോൾ അവിടുത്തെ ക്യാഷ്യർ ബില്ലടിച്ചത് 2 പേർക്ക് 2 രീതിയിലാണ്. ആദ്യത്തെ കേസിൽ എക്സ് പോയപ്പം ക്യാഷ്യർ എന്ത് ചെയ്തു, ആദ്യം അയാൾക്ക് ആ കൂപ്പണിലെ 10% ആദ്യം കൊടുത്തു. എന്നിട്ട് അതിലെന്ത് ചെയ്തു, ടാക്സ് ആഡ് ചെയ്തു. ടാക്സ് എന്ത് ചെയ്യണം, 10% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കടക്കാരൻ മറ്റേ ആൾക്ക് കൊടുക്കുന്ന ഒരു പൈസ കുറവാണ്, വില കുറവാണ്. ടാക്സ് എന്ന് പറയുമ്പം ആ വാങ്ങാൻ വന്ന ആൾ അടയ്ക്കേണ്ട പൈസയാണ് അല്ലേ. അപ്പോൾ എന്നിട്ടാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അയാൾ 8.5% ടാക്സ് കണക്കാക്കിയത്. പക്ഷെ വൈ സാധനം വാങ്ങാൻ വന്നപ്പോൾ ക്യാഷ്യർ എന്ത് ചെയ്തു, ആദ്യമേ ആ ടാക്സ് അങ്ങോട്ട് ആ പൈസയിൽ ആഡ് ചെയ്തു, 8.5%. എന്നിട്ടാണ് ആ ഡിസ്കൗണ്ട് -10% കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ എമൗണ്ടിൽ എന്താണ് വ്യത്യാസം, എക്സ് ആണോ വൈ ആണോ, ആരാണ് പൈസ കൂടുതൽ അടച്ചത്? എമൗണ്ട് ഓഫ് മിസ്റ്റർ എക്സ് പെയ്ഡ് എത്രയാണെന്നുള്ളതാണ് ഈ ചോദിക്കണേ. മറ്റേ ആളെക്കാളും എത്ര കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 100 റുപ്പീസാണ് അത് മോട്ടോർ സൈക്കിളിൻ്റെ വില എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിൻ്റെ കേസ് ഞാൻ എഴുതുവാണെങ്കിൽ എക്സിന് ആദ്യം എന്ത് ചെയ്തു, 10% ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് 100ൽ 10 പോയി കഴിഞ്ഞാൽ 90ആയി. ഇനി ആ 90ൽ അയാൾ എന്ത് ചെയ്തു, 8.5% ടാക്സ് കൂട്ടി എന്ന് പറയുമ്പം 108.5% അയാൾക്ക് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവും. കണക്ക് കൂട്ടണ്ട, അവിടെ എഴുതി വെക്കുക. അടുത്തത് വൈക്ക് എത്രയാണെന്ന് നോക്കാം. വൈയുടെയും മോട്ടോർ സൈക്കിളിൻ്റെ വിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, അത് 100 റുപ്പീസ് തന്നെയാണ്, 2 പേർക്കും സെയിം തന്നെയാണല്ലോ. അപ്പോൾ ഈ 100ൽ എന്ത് ചെയ്തു, ആദ്യം അയാൾ ടാക്സ് ആഡ് ചെയ്തു. അപ്പം എന്തായത്, 108.5 ഡിവൈഡഡ് ബൈ 100 ആയി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അതിൽ 10% എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പം ഇതിൻ്റെ 10% 1/10 ആണ്. അപ്പോൾ 1 യൂണിറ്റ് ഞാൻ ഡിസ്കൗണ്ട് കൊടുത്ത ബാക്കി 9 യൂണിറ്റ് ഞാൻ അടയ്ക്കണം. അപ്പോൾ നമുക്ക് 100 ക്യാൻസലായിപ്പോയി, ഇവിടെ 0 ക്യാൻസലായിപ്പോയി. ഇതിനെങ്ങനെ എഴുതാം, 9 × 108.5 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. താഴത്തുള്ളതിന് എങ്ങനെ എഴുതാം നോക്കിക്കേ, 9 × 108.5 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. ഈ 100 ക്യാൻസലായി പോയതാ. കണ്ടോ, ഇത് രണ്ടും സെയിം അല്ലേ, 2 പേരും അടയ്ക്കേണ്ട പൈസ സെയിം ആണ്. അതായത് ആദ്യം ടാക്സ് കണക്കാക്കിയിട്ട് പിന്നെ ഡിസ്കൗണ്ട് കൊടുത്താലും പിന്നെ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ടാക്സ് കൂട്ടിയാലൊക്കെ അടയ്ക്കേണ്ടി വന്ന സെല്ലിംഗ് പ്രൈസ് 2 പേരുടെയും സെയിം ആണ്. സോ ഏത് ഓപ്ഷൻ നമ്മുടെ കറക്റ്റായിട്ട് വരും, സെയിം ആസ് ദി എമൗണ്ട് വൈ പെയ്ഡ്. എക്സ് അടച്ച പൈസ വൈ അടച്ച പൈസേനോട് ഈക്വൽ ആണ്, ബരാബർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് എ സെല്ലർ ഗിവ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 15% ഓൺ റീറ്റെയിൽ പ്രൈസ്, ഷി സ്റ്റിൽ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 2%. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എൻഷുവേഴ്സ് ദാറ്റ് ഷി മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20%? അതായത് ഒരു സെല്ലർ എന്ത് ചെയ്യുന്നു, അയാളുടെ റീറ്റെയിൽ പ്രൈസിൽ, അതായത് മാർക്ക്ഡ് പ്രൈസിൽ 15 ഡിസ്കൗണ്ട് എടുക്കുന്നു. അപ്പം മാർക്ക്ഡ് പ്രൈസ് ഞാൻ 100 ആണെന്ന് വെക്കുന്നു, അതിൽ 15 ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പം 85-നായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, വിറ്റിട്ടുണ്ടാവുക. അങ്ങനെ വിൽക്കുമ്പോഴും അവൾക്ക് 2% പ്രോഫിറ്റാണ് കിട്ടണത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഷുവേഴ്സ് ദാറ്റ് ഷി മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20%? അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എങ്ങനെ വിറ്റാലാണ് 20% പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, എൻ്റെ MP/CP റേഷ്യോ എന്തായിരിക്കും, നമുക്കറിയാം 100 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 - D. അതായത് MP ഡിവൈഡഡ് ബൈ CP = എന്തെന്ന് വരും, 100 പ്ലസ് പ്രോഫിറ്റ് കിട്ടുന്നത് 102 ആണ്. ഇനിയോ ഡിസ്കൗണ്ട് 15 കുറച്ചത്, അപ്പോൾ 100 - 15 85. ഇതായിരിക്കും MP. ഇത് പഠിച്ചു വെക്കണം, MP/CP = 100 + B ഡിവൈഡഡ് ബൈ 100 - D. ഇതായിരിക്കും അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 85 യൂണിറ്റാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇനി എന്ത് ചെയ്യണം, ഈ 85ൽ എനിക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ ഞാൻ ഏത് സെല്ലിംഗ് പ്രൈസിൽ വിൽക്കണം, 85ൻ്റെ 1/5 ലാഭം എന്ന് പറയുമ്പം 5 കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 യൂണിറ്റ് ലാഭം, 6/5. അതായത് എത്ര രൂപയ്ക്ക് വിൽക്കണം, 17 × 6 102 രൂപയ്ക്ക് വിൽക്കണം. സെല്ലിംഗ് പ്രൈസ് കിട്ടി. അപ്പോൾ നോക്കടാ, എൻ്റെ മാർക്കറ്റ് പ്രൈസ് 102 ആണ്. എനിക്ക് ഈ ലാഭം കിട്ടണമെങ്കിൽ, 20% ലാഭം കിട്ടണമെങ്കിൽ ഞാൻ വിൽക്കേണ്ട പൈസയും 102 തന്നെയാണ്. അതായത് എന്ത് ചെയ്താൽ മതി, എന്താണോ ഞാൻ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ അതേ പൈസയ്ക്ക് വിറ്റാൽ മതി, എനിക്ക് 20% ലാഭം കിട്ടും അല്ലേ. സോ എന്താ ഓപ്ഷൻ വരിക, സെൽ അറ്റ് റീറ്റെയിൽ പ്രൈസ്. മനസ്സിലായെന്ന് വിചാരിക്കണു, ശ്രദ്ധിച്ചിരിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ നോക്കിക്കുക, വർക്ക് ടൈം ആൻഡ് വർക്കിലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 മെന്നിൻ്റെ ജോലി എന്ന് പറയുന്നത് 4 വിമണിൻ്റെ ജോലിയോട് തുല്യമാണ്. അത് 8 ക്വാളിഫൈഡ് വർക്കേഴ്സിൻ്റെ ജോലിക്കും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യ്, 2 4 എന്ന് കിട്ടും. ഇനി men is to
വിമൺ ഈസ് ടു ക്വാളിഫൈഡ് വർക്കേഴ്സിൻ്റെ റേഷ്യോ, എഫിഷ്യൻസിയുടെ റേഷ്യോ എഴുതാൻ പോവുക. മെന്ന് നിങ്ങൾ കണക്കാക്കുമ്പം ബാക്കിയുള്ളതിനെ മെന്നിനെ അടച്ചു പിടിക്കുക, കാണണ്ട, ബാക്കിയുള്ളതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് മെന്നിൻ്റെ എഫിഷ്യൻസി നോക്കുമ്പോൾ 2 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. ഇനി വർക്കേഴ്സിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ വർക്കേഴ്സിനെ നിങ്ങൾ മാച്ച് പിടിച്ച് ബാക്കി രണ്ടെണ്ണത്തിന് മൾട്ടിപ്ലൈ. ഇവിടെ 1 ആണല്ലേ, 1 ഇൻറ്റു മറ്റേതിൻ്റെ 4. ഇനി ക്വാളിഫൈഡ് വർക്കർ എഴുതുമ്പോഴോ അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കി 2 മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 2. വേണമെങ്കിൽ ഒന്നുകൂടി 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4:2:1 ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എനിക്ക് കിട്ടി. ഇനി അടുത്തത്, ഇഫ് എ മാൻ, എ വുമൺ ആൻഡ് എ ക്വാളിഫൈഡ് വർക്കർ വർക്ക് ഇൻ ദ സെയിം ഓർഡർ ഇൻ 3 ഡിഫറെൻറ്റ് ഡേയ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 10 ക്വാളിഫൈഡ് വർക്കേഴ്സിന് ജോലി ചെയ്യാൻ 8 ഡേയ്സ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് എനിക്ക് അവിടെ നിന്ന് കിട്ടും. ടോട്ടൽ വർക്ക് എന്താ പറയുന്നത്? 10 ക്വാളിഫൈഡ് വർക്ക്. 10 ക്വാളിഫൈഡ് വർക്കിൻ്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ അവർ ഒരു എഫിഷ്യൻസിയിൽ ചെയ്യും. എത്ര ദിവസം എടുക്കും? 8 ദിവസം എടുക്കും എന്ന് പറഞ്ഞാൽ 80 ആയിരിക്കും എൻ്റെ ടോട്ടൽ വർക്ക്. അത് എഴുതി വെച്ചു. നെക്സ്റ്റ്, മാന്, വുമണ്, ക്വാളിഫൈഡ് വർക്കർ, ഇങ്ങനെ അവർ ഒരു ഓർഡറിൽ 3 ഡിഫറെൻറ്റ്, ഫസ്റ്റ് ഡേ മാൻ വരും, സെക്കൻഡ് ഡേ വുമൺ വരും, തേർഡ് ഡേ ക്വാളിഫൈഡ് വർക്കർ വരും. ഇങ്ങനെ ജോലി ചെയ്ത് പോവുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? അപ്പോൾ അവർ 3 ദിവസം കൊണ്ട് എത്ര തീർക്കും? ഒരു ദിവസം മാൻ വന്നിട്ട് 4 യൂണിറ്റ് ചെയ്തു, രണ്ടാമത്തെ ദിവസം വിമൺ വന്നിട്ട് 2 യൂണിറ്റ് ചെയ്തു, മൂന്നാമത്തെ ദിവസം ക്വാളിഫൈഡ് വർക്കർ വന്നിട്ട് 1 യൂണിറ്റ് ചെയ്തു. അതായത് 3 ദിവസം കൊണ്ട് 4 2 6 1 7 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 80 ആണ് എൻ്റെ ടോട്ടൽ വർക്ക്. അപ്പോൾ 80-ന് അടുത്ത് കിടക്കുന്ന 7-ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 11 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെയും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 33 ഡേയ്സ് കൊണ്ട് എനിക്ക് 77 യൂണിറ്റ് കംപ്ലീറ്റ് ആയി കിട്ടും. ഇനി അപ്പോൾ അത്രയും സൈക്കിൾ 11 സൈക്കിൾ കംപ്ലീറ്റ് ആയി അവിടെ അല്ലേ. ഒരു ദിവസം മാന്, വിമണ്, ക്വാളിഫൈഡ് വർക്കർ, അങ്ങനെ 11 സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ദിവസം 34-ാമത്തെ ദിവസം ആരായിരിക്കും വരുന്നുണ്ടാവുക? മാൻ ആയിരിക്കും വരുന്നുണ്ടാവുക. മാൻ ഒരു ദിവസം 4 യൂണിറ്റ് ചെയ്യും. എനിക്ക് 4 യൂണിറ്റ് ജോലി വേണ്ട, എനിക്ക് 77-ന് 80 ആവാൻ 3 യൂണിറ്റും കൂടെ മതി. അതായത് 34 ഡേയ്സ് മൊത്തം എനിക്ക് വേണ്ട, 33 ഡേയ്സിലെ ജോലി മൊത്തവും വേണം. പ്ലസ് അടുത്തത് ആരാ വരുന്ന? മാനാണ്. മാനിൻ്റെ ടോട്ടൽ എഫിഷ്യൻസി 4 ആണ്. ആ 4-ൽ അയാൾ 3 പണി എടുത്താൽ മതി. അപ്പോൾ 77 3 80 ആയിക്കോളും. അപ്പം എന്തെന്ന് വരും? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഞാൻ മുകളിലേക്ക് എഴുതാം. 3 4 12 135/4 എന്ന് വരും അല്ലേ. 135/4. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ബൈ എ പൈപ്പ് എ ഇൻ 4 hours ആൻഡ് എ പൈപ്പ് ബി ഇൻ 6 hours. 2 പേർക്കും 4 മണിക്കൂർ 6 മണിക്കൂറിൽ പണി തീർക്കാം. 8 മണിക്ക് ഞാൻ എ ഓപ്പൺ ആക്കി, 9 മണിയായപ്പോൾ ഞാൻ ബീനെയും ഓപ്പൺ ആക്കി. 2 പേരും കൂടെ എപ്പോൾ ലൈക്ക് ടാങ്ക് ഫുള്ളാക്കുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ LCM എടുക്കുക. എ 4 മണിക്കൂർ, ബി 6 മണിക്കൂർ. അപ്പോൾ ഇവരുടെ ടോട്ടൽ വർക്ക് 12. എയുടെ എഫിഷ്യൻസി 3, ബിയുടെ എഫിഷ്യൻസി 2. ഇത്രയും ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി 8 മണിക്ക് ഞാൻ പൈപ്പ് എ ഓപ്പൺ ആക്കി, 9 മണി വരെ. 9 മണിക്ക് 2 പേരും ഉണ്ട്. അപ്പോൾ 8 മണിയും 9 മണിൻ്റെയും ഇടയിലുള്ള ആ ഒരു മണിക്കൂറിൽ എ മാത്രമായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ 9 മണി വരെ എ എത്ര ജോലി ചെയ്യും? 1 മണിക്കൂറിൽ അതിൻ്റെ എഫിഷ്യൻസി 3 യൂണിറ്റ് ആണ്. അപ്പോൾ 3 യൂണിറ്റ് ജോലി എ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി 12-ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 9 യൂണിറ്റും കൂടി ചെയ്ത് തീർത്താൽ മതി. ആ 9 യൂണിറ്റ് ആരൊക്കെ ചേർന്ന് ചെയ്യും? 9 മണി ആയിക്കഴിഞ്ഞാൽ ബീനെയും തുറന്നു വിട്ടു. അപ്പോൾ എയും ബിയും കൂടി ഇനി ജോലി ചെയ്യാൻ പോണേ. അപ്പോൾ 3ഉം 2ഉം 5 എഫിഷ്യൻസിയിൽ അവർ രണ്ടുപേരും ഇനി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എത്ര സമയമായത്? 5/5 1 നെക്സ്റ്റ് ഒരു 4/5 ഉണ്ട്. 4/5 ഞാൻ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 12 4/5 ഇൻറ്റു 12 എങ്ങനെയാണ് വന്നത്? 60 12 1 + 48. അതായത് 9 മണിക്ക് ശേഷം പിന്നെ 1 മണിക്കൂർ എടുക്കും, 48 മിനിറ്റും എടുക്കും. അതായത് 9 മണി പ്ലസ് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 10 മണിയായി, പിന്നെ ഒരു 48 മിനിറ്റ്, 48 മിനിറ്റ്സ്, 10:48. അടുത്ത ദിവസം നോക്കടാ. 5-ാമത്തെ ദിവസം എന്ന് പറയുന്നത് എയും ബിയും 2 വർക്കേഴ്സ് ഉണ്ട്. അവരൊരു പണി ചെയ്യാൻ തീരുമാനിച്ചു. എ എന്ന് പറയുന്നത് 8 മണിക്കൂർ. എ വർക്കിംഗ് അലോൺ വുഡ് ടേക്ക് 8 hours മോർ ടു കംപ്ലീറ്റ് ദ വർക്ക് ദെൻ വെൻ ബോത്ത് വർക്ക് ടുഗെദർ. അതായത് എയും ബിയും ജോലി ചെയ്യുന്ന സമയത്തിനേക്കാൾ 8 മണിക്കൂർ കൂടുതൽ എടുക്കും എപ്പോൾ? എ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ. ഇനി ബി ഇതേപോലെ A+B എടുക്കുന്ന സമയത്തിനേക്കാൾ എത്ര സമയം എടുക്കും? 4 1/2 എന്ന് പറയുമ്പം 9/2 hours അല്ലേ. 9/2 hours കൂടുതലെടുക്കും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയും A+B ജോലി ചെയ്യാൻ എടുക്കുന്ന സമയത്തിനേക്കാൾ ഇത്ര മണിക്കൂർ കൂടുതൽ എ ഒറ്റയ്ക്ക് ചെയ്യാനെടുക്കും. A+B ജോലി ചെയ്യാൻ എടുക്കുന്ന സമയത്തിനേക്കാൾ ബി ഒറ്റയ്ക്ക് ചെയ്യാൻ ഇത്ര സമയം കൂടുതലെടുക്കും. അങ്ങനെയാണെങ്കിൽ A+B എടുക്കുന്ന സമയം എത്രയായിരിക്കും? ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ റൂട്ടിനകത്ത് ആ 2 ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റൂട്ട് ഓഫ് എ കൂടുതലെടുക്കുന്ന സമയം 8 ആണ്, ബി കൂടുതലെടുക്കുന്ന സമയം 4 1/2 എന്ന് പറയുമ്പോൾ 9/2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. 4 √36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുടെ വില? 6.
അപ്പോൾ എയും ബിയും കൂടി ചെയ്യാൻ എടുക്കുന്ന സമയം എപ്പോഴും 6 hours ആയിരിക്കും. അപ്പോൾ റൂട്ട് T1 T2 എന്നും അല്ലെങ്കിൽ റൂട്ട് അവർ കൂടുതൽ എടുക്കുന്ന സമയം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് ട്രിക്കാണ്. ഇതിങ്ങനെ വരും, ഇതേ മോഡലിൽ ഫ്രെയിം ചെയ്ത് ക്വസ്റ്റ്യൻ വരും. അടുത്തത് 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 വർഷത്തിലേക്ക് ഒരു പൈസ 5% ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ CI ആണ് 328. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ? അപ്പോൾ അത്രയാണെന്നുണ്ടെങ്കിൽ 5% ആണ്. 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/20 ആണ്. അപ്പോൾ 20 എന്നുള്ളത് ഒരു യൂണിറ്റ് ചേർന്നിട്ട് 21 ആയിരിക്കും എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വർഷത്തിലേക്ക് ആയതുകൊണ്ട് 20, 21 എന്നുള്ളതാണ് എൻ്റെ പ്രിൻസിപ്പളിൻ്റെയും എമൗണ്ടിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. അത് 2 വർഷമാകുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ? 400, 441 എന്നാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് അവിടെ ഇൻട്രസ്റ്റ് കയറിയത്? 41 യൂണിറ്റാണ് ഇൻട്രസ്റ്റ് കയറിയത്. ആ 41 യൂണിറ്റ് ആണല്ലോ 328 രൂപ എന്ന് പറയുന്നത്. അതായത് 8 രൂപയാണ് എൻ്റെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. ഒരു യൂണിറ്റ് 8 രൂപയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ സം എത്രയാണെന്നുള്ളതാണ്. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ, ഇതാണ് എൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 400 × 8 ചെയ്താൽ മതി, 3200 എന്ന് എനിക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ സി. അടുത്തത് ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്തു? അയാളുടെ കടയിലുള്ള കച്ചവടത്തിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഒരു സംഭവം കൊണ്ടുവന്നു. അതായത് അയാൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ സാധനം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാം. അതല്ല, നിങ്ങൾ പൈസ തരാൻ 1 വർഷം വൈകുവാണെങ്കിൽ നിങ്ങൾക്ക് 200 സാധനമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അയാൾ 300 ഇപ്പോൾ പൈസ ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് 300 സാധനം കിട്ടും. 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് 200 കിട്ടുള്ളൂ. അതായത് എനിക്ക് അവിടെ നഷ്ടപ്പെടുന്നത് എന്താ? അല്ലെങ്കിൽ അയാൾ പലിശയായിട്ട് പിടിക്കുന്നത് എന്താ? 100 രൂപയുടെ സാധനമാണ് അല്ലേ? ഇപ്പോഴാണെങ്കിൽ 300 കിട്ടും, 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 200 കിട്ടും. അതായത് ഒരു 100 സാധനങ്ങൾ എനിക്ക് അവിടെ നഷ്ടം വരുവാണ്. അതാണ് ഞാനവിടെ പലിശയായിട്ട്, എനിക്ക് അയാൾ അങ്ങനെ ഒരു സമയം ഗ്യാപ്പ് തരുന്നത് കൊണ്ട് ഞാൻ അയാൾക്ക് അടയ്ക്കേണ്ട പൈസയാണ് ഈ 100 സാധനങ്ങളുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ 300 സാധനങ്ങൾക്ക് 6 റേറ്റ് പെർസെൻറ്റേജിൽ 1 വർഷത്തിലേക്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഫോർ എ ഇയർ. അപ്പോൾ താഴത്ത് ഫോർ എ വെള്ള ആയതുകൊണ്ട് കാണുന്നില്ല. ഫോർ എ ഇയർ. അപ്പം 1 വർഷത്തിലേക്ക് അടയ്ക്കുന്ന പലിശയാണ് 100 രൂപ. 100 സാധനങ്ങളാണല്ലോ ഞാനവിടെ പലിശയായിട്ട് അടയ്ക്കുന്നത്. അതിനാണെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? 100/3. അതായത് 1/3 എന്ന് പറഞ്ഞാൽ 33 1/3%. ഓപ്ഷൻ എ ഓൾറെഡി ടിക്ക്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1820 രൂപ ഉണ്ട് എൻ്റെ കയ്യിൽ. 20% ഞാൻ കോമൺ ഇൻട്രസ്റ്റിൽ മേടിച്ചാണ്. 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഞാൻ തിരിച്ചടച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റും എത്ര രൂപയാണ്? ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ റേറ്റ് എന്നാണ് തുടങ്ങുക. റേറ്റ് പെർസെൻറ്റേജ് 20% ആണ്. 20%ൻ്റെ ഫ്രാക്ഷൻ എന്താ? 1/5 ആണ്. അതായത് 1ാമത്തെ വർഷം 5 ആണ് അതിൻ്റെ പ്രിൻസിപ്പിളെങ്കിൽ അത് 1 യൂണിറ്റ് കയറി 6 ആയിട്ടുണ്ടാവും ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുക്കണം. 5ൻ്റെ സ്ക്വയർ 25 ആണ് അതിൻ്റെ പ്രിൻസിപ്പിളെങ്കിൽ അത് 6ൻ്റെ സ്ക്വയർ 36 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 3 ആണെന്നുണ്ടെങ്കിലോ 3ാമത്തെ വർഷം അതിൻ്റെ ക്യൂബ് എടുക്കണം. 5ൻ്റെ ക്യൂബ് 125 ആയിരുന്നുവെങ്കിൽ അത് 6ൻ്റെ ക്യൂബ് 216 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ, ഇതാണ് എൻ്റെ എമൗണ്ട്. ഇതേ എമൗണ്ട് തന്നെയാണല്ലോ ഞാൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനും പോണേ. പലിശയോടടക്കം പ്രിൻസിപ്പിൾ പ്ലസ് പലിശ, അതാണല്ലോ ഞാൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തീർക്കുക. അപ്പോൾ എന്നോട് പറയുന്നത് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് എന്നാ. ഇതിൽ കാണുമ്പോൾ ഈക്വൽ അല്ല അല്ലേ? 6, 36, 216. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഈക്വൽ ആക്കുക. ഇതിൻ്റെ LCM 216 വരിക. അപ്പം 36നെ 216 ആക്കാൻ ഞാനൊരു 6 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ മൊത്തം റേഷ്യോയിന് ഞാൻ 6 മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് 6നെ 216 ആക്കാൻ ഞാൻ 36 മൾട്ടിപ്ലൈ ചെയ്യണം. മൊത്തം റേഷ്യോയിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയ റേഷ്യോ എങ്ങനെയാണെന്ന് വരും? 36 × 5 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും? 180 എന്ന് വരും. 3, 15, 3, 18 180. ഇവിടെ 216 എന്ന് വരും. അടുത്ത റേഷ്യോനെയോ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 എന്ന് വരും, 216. അടുത്തതിന് മാറ്റമൊന്നുമില്ല, 125, 216. ഇപ്പം ശരിയായി അല്ലേ? ഇൻസ്റ്റാൾമെൻ്റ് എല്ലാം തുല്യമായി. ഇതാണ് എൻ്റെ ടോട്ടൽ പ്രിൻസിപ്പിൾ. ഒന്ന് കൂട്ടി നോക്ക്. ടോട്ടൽ പ്രിൻസിപ്പിൾ എത്ര വരുന്നത്? 5, 5 2 7, 7 15, 455 എൻ്റെ ടോട്ടൽ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ? ഇത്ര രൂപയാണ് ഞാൻ കടം മേടിച്ചത്. അതായത് പ്രിൻസിപ്പിളായിട്ടുള്ള 455 രൂപയുടെ യൂണിറ്റിൻ്റെ വിലയാണ് 1820. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വില. ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? ഓരോ ഇൻസ്റ്റാൾമെൻറ്റും 216. അതാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പം ഈ 455 ഇങ്ങോട്ട് വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 455 എന്നായി ഇൻറ്റു 216 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 5 വെച്ച് ക്യാൻസൽ ചെയ്തോ? 91, 3, 6, 4. 91, 364 4 തവണ പോവും. 216 × 4 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 4, 864 ആയിരിക്കും ആൻസർ.
അടുത്തത് എ ബൈ ബി. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെയും ചെയ്തിട്ടുണ്ട്, മുൻപത്തെ ക്ലാസ്സുകളിലും ചെയ്തിട്ടുണ്ട്. എ ബൈ ബി, സി ബൈ ഡി, ഇ ബൈ എഫ്, ഇതിൻ്റെ വാല്യൂ 2/3 എന്ന് തരും. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നുണ്ടോ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നതിനെ തന്നെ ഒരേ റേഷ്യോയിൽ ACE കണ്ട, അതാണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത് ACE. അടിയിലോ BDF. എന്നിട്ടോ 3/4 റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുക. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ 2/3 തന്നെയായിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അത് ചെയ്തു നോക്കൊന്നും വേണ്ട, 2/3 തന്നെയായിരിക്കും ആൻസർ. ഓപ്ഷൻ ബി തന്നെ ആയിരിക്കും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയും സിയും ഇയും തുല്യമാണ്, അതിന് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. ബിയും ഡിയും എഫും തുല്യമാണ്, അതിന് 3 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക 3 ഇൻറ്റു എയുടെ വാല്യൂ 2 പ്ലസ് 2 ഇൻറ്റു സിയുടെ വാല്യൂവും 2 അല്ലേ, അത് തുല്യമാണ്. ACE തുല്യമാണ്. പ്ലസ് 4 ഇൻറ്റു 2 അടിയിൽ എന്തെന്ന് വരും 3 ഇൻറ്റു 3 ബിയുടെ വാല്യൂ പ്ലസ്, ഇതൊക്കെ വേണം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, ആൻസർ അത്ര തന്നെ ആയിരിക്കും, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 2 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 3 ചെയ്ത് നോക്കുക. 6 6 4 10 8 18. അടിയിൽ എന്തെന്ന് വന്നു 9 6 15 12 27. 9 ക്യാൻസൽ ചെയ്യുമ്പം അഗെയിൻ 2/3 എന്ന് ആൻസർ വന്നു. അത്രേ ഉള്ളൂ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അവർ സേവ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാക്കി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻകം എല്ലാവരുടെയും കൂടി കൂട്ടുമ്പോൾ ഇത്ര രൂപയാണെന്ന് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഇൻകം എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യുന്നത് ABC സേവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ABC സേവ് ചെയ്യുന്നത് സേവ് ചെയ്യുന്നത് 20% എന്ന് പറയുമ്പോൾ 1/5. B ചെയ്യുന്നത് 25% 1/4. B സേവ് ചെയ്യുന്നത് 40% 2/5. ഇതിൻ്റെ അർത്ഥം എന്താ? 5 അവരുടെ ഇൻകം എങ്കിൽ 1 യൂണിറ്റാണ് അവരുടെ സേവിങ്സ്. അതിനാണെങ്കിൽ അയാളുടെ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? ഇൻകം 5 യൂണിറ്റ്, 1 യൂണിറ്റ് സേവ് ചെയ്യുന്നു, 4 യൂണിറ്റ് ആയിരിക്കും ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ. ബിയുടെ കേസ് പറയുകയാണെങ്കിൽ ബിയുടെ ഇൻകം ആണ് എന്ത് 4 യൂണിറ്റ്, 1 യൂണിറ്റാണ് അയാൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ ബിയുടെ എക്സ്പെൻഡിച്ചർ എത്രയാ? അത് 4 - 1 3 യൂണിറ്റ്. അടുത്ത ആൾ സിയുടെ 5 യൂണിറ്റാണ് ഇൻകം, 2 യൂണിറ്റാണ് അയാളുടെ സേവിങ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 - 2 3 യൂണിറ്റ് ആയിരിക്കും എക്സ്പെൻഡിച്ചർ. അപ്പോൾ എയുടെ കേസിൽ എനിക്ക് എക്സ്പെൻഡിച്ചർ 4 യൂണിറ്റ് എന്ന് കിട്ടി. ABCയുടെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോയും ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അതായത് നോക്കിക്കേ 16 12 19. അപ്പോൾ ഈ 4 യൂണിറ്റ് ആണല്ലോ ആ 16 എന്ന് പറയുന്നത്. ഇതിലെ എക്സ്പെൻഡിച്ചറും അതിലെ എക്സ്പെൻഡിച്ചറും തുല്യമായിരിക്കണ്ടേ. അപ്പോൾ ഞാൻ എക്സും വൈ ഒന്നും എടുക്കണില്ല, ഇങ്ങനെ തന്നെ ചെയ്യുവാണ്. ഇതിലെ 4 അതിലെ 16നോട് തുല്യമാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്താ? ഇൻറ്റു 4 ചെയ്യണം അല്ലേ. 4 16നോട് തുല്യമാണെങ്കിൽ 1 യൂണിറ്റിൻ്റെ വാല്യൂ 16/4 4. അങ്ങനെയാണെങ്കിൽ ഇൻകം എത്രയാണെന്ന് വരും? എയുടെ ഇൻകം 5 യൂണിറ്റ് എന്നാണ് ഞാൻ എടുത്തത്. മൾട്ടിപ്ലൈയിങ് ഫാക്ടർ 4, അപ്പോൾ 20. നെക്സ്റ്റ് ബിയുടെ എന്തെന്ന് വരും? ബിയുടെ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ 3 എന്നാണ് കിട്ടിയത്, പക്ഷേ ഇതിൽ എക്സ്പെൻഡിച്ചർ 12 നടക്കുന്നത്. അപ്പോൾ 3 യൂണിറ്റ് 12നോട് തുല്യമാണെങ്കിൽ 1 യൂണിറ്റ് എത്രയാ? 4നോട് തുല്യം. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇൻകം എത്രയാ? 4 യൂണിറ്റ്. 4 ഇൻറ്റു 4 16. നെക്സ്റ്റ് സിയുടെ നോക്കാം. സിയുടെ എക്സ്പെൻഡിച്ചർ 3 യൂണിറ്റ് എന്ന് കിട്ടി, അത് ഇവിടെ 9 ആയിട്ടാണ് കിടക്കുന്നത്. അതായത് 1 യൂണിറ്റ് 3 ആണ്. 1 യൂണിറ്റ് 3 ആണെങ്കിൽ ഇൻകം 5 യൂണിറ്റ് ആണ് അല്ലേ. 5 ഇൻറ്റു 1 യൂണിറ്റിൻ്റെ വാല്യൂ ചെയ്ത് 15. അപ്പോൾ ഇവരുടെയൊക്കെ റേഷ്യോനെ ഞാൻ സെയിം ആക്കിയിട്ട് ഇൻകം കിട്ടി എനിക്ക്. ഇവരുടെ എല്ലാവരുടെയും ഇൻകം കൂടി കൂട്ടുമ്പോൾ 357 35,700 രൂപ കിട്ടണം. എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 6 5 11 4 1 5 51. ഈ 51 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 350. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയെന്ന് വരും? കാണുമ്പോൾ തന്നെ അറിയാം, 7 വെച്ച് ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ 700 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ 1 യൂണിറ്റ് 700 ആണെങ്കിൽ 20 യൂണിറ്റ് എത്രയാ? 20 × 700 14,000. ഓപ്ഷൻ എ. നെക്സ്റ്റ് ബിയുടെ ഇൻകം 16 യൂണിറ്റ്. 16 × 700 ചെയ്യുമ്പം 112 11,200 രൂപ. നെക്സ്റ്റ് സിയുടെ ഇൻകം 15 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 700. 15 × 700 10,500. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അടുത്ത ദിവസം നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർഷിപ്പിലൊരു ക്വസ്റ്റ്യൻ ആണ്. ABC ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. A:B:C 2:3:5 ആണ് അവർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ. എന്നിട്ട് അവർ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. A എന്ത് ചെയ്തു? 4 മാസം കഴിഞ്ഞപ്പോൾ 50% ക്യാപിറ്റൽ കൂട്ടി. അപ്പോൾ ഈ 2 യൂണിറ്റ് 4 മാസം കിടക്കും. പ്ലസ് എന്ത് ചെയ്തു? പകുതി പെർസെൻറ്റേജ് കൂട്ടുക ചെയ്യുന്നത്. 2 യൂണിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 ഇൻറ്റു 3/2 അല്ലേ. 1/2 ആണ് ഫ്രാക്ഷൻ. 2 ആയിരുന്നെങ്കിൽ 1 യൂണിറ്റ് കൂടി 3/2 ആയിട്ടുണ്ടാവും. അതായത് 3 യൂണിറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം
3 യൂണിറ്റ്, ഇനി ബാക്കി 12, ഒരു വർഷം 12 മാസമാണ്. ഇവിടെ 4 മാസം ഓൾറെഡി കഴിഞ്ഞു, അപ്പോൾ 8 മാസം കിടക്കും. നെക്സ്റ്റ് ബിയുടെ കേസ് പറയാനാണെങ്കിൽ ബി ഇൻക്രീസ് ഹിസ് ക്യാപിറ്റൽ 33 1/3% ആഫ്റ്റർ 6 മന്ത്സ്. അപ്പോൾ ഈ 3 യൂണിറ്റ് 6 മന്ത്സ് കിടക്കും. പിന്നെയോ ആ 3 യൂണിറ്റ് 1/3 കൂട്ടി, 33% 1/3 ആണ്. 1/3 കൂട്ടി എന്ന് പറയുമ്പോൾ 4/3 ആയിട്ടുണ്ടാവും, അതായത് 4 യൂണിറ്റ് ആയിട്ടുണ്ടാവും. 4 ബാക്കി 6 മാസം കിടക്കും. സിയുടെ കേസ് നോക്കിക്കേ, ആദ്യത്തെ 8 മാസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇത് 8 മാസം കിടക്കും. 8 മാസം കഴിഞ്ഞപ്പം അത് 50% വിഡ്രൂ ചെയ്തു, കുറഞ്ഞു. അപ്പോൾ 5ൻ്റെ പകുതി പോയി എന്ന് പറഞ്ഞാൽ 5/2 ആയിട്ടുണ്ടാവും. അത് ബാക്കി 4 മാസം കിടക്കും. ഇപ്പോൾ 2 വെച്ച് ക്യാൻസൽ ചെയ്തോ, 4, 2 പോകുമ്പോൾ 3, ഇവിടെയും 3, 2 പോകുമ്പോൾ 4, 2. ഓക്കെ, അപ്പോൾ 4, 12, 4, 16 എന്ന് വന്നു. ഇവിടെ എത്ര എന്ന് വന്നു? 9, 12, 21 എന്ന് വന്നു. ഇവിടെ എത്ര എന്ന് വന്നു? 20, 5. ഈ രണ്ടും പോയി. 14, 20, 5, 25 എന്ന് വന്നു. അപ്പോൾ A/B/Cയുടെ B/Cയുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ ഇത്രയായിരിക്കും. ടോട്ടൽ പ്രോഫിറ്റ് അവർ തന്നിട്ടുണ്ട് 86,800 രൂപ. അങ്ങനെയാണെങ്കിൽ എയുടെയും സിയുടെയും പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടണം അല്ലേ? 5 1 6 6 12, 4 1 5 1 6, 62 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 86,800. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയുടെയും സിയുടെയും, ഇതാണ് എയുടെ, ഇതാണ് സിയുടെ, ഇവരുടെ ഡിഫറൻസ് എത്രയാ? 9 യൂണിറ്റ് ആണ് അല്ലേ? 25 - 16 9 യൂണിറ്റ്. 9 യൂണിറ്റിൻ്റെ വാല്യൂ എടുക്കണം. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്ലൈ ചെയ്തതിലേക്കായിരിക്കും ആൻസർ. ഞാനാണെങ്കിൽ ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് സമയം കിട്ടുമ്പോൾ വന്നിരുന്ന് ചെയ്ത് നോക്കും. ബിക്കോസ് അതറിയാം 9 യൂണിറ്റ് ആണല്ലോ ഇവരുടെ ഡിഫറൻസ്. അപ്പോൾ 9 യൂണിറ്റിൻ്റെ വാല്യൂ ആണല്ലോ കണ്ടും പിടിക്കേണ്ടത്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചോ. 86,800 ഡിവൈഡഡ് ബൈ 62 ഇൻറ്റു 9, 62. അപ്പോൾ ഒന്നും കാണുന്നില്ല അല്ലേ? 62. അപ്പോൾ 62 വെച്ച് ക്യാൻസൽ ചെയ്തോ, എത്രയാണെന്ന് വരും? ഒരു തവണ പോവും 62, അല്ല സോറി, ഒരു തവണ പോവും 62. ഇരുന്ന് ചെയ്യണ്ടേ അല്ലേ? 62 ഇൻറ്റു 4, 248. 62 ഇൻറ്റു 4 ചെയ്താൽ മതി. 14 ഇൻറ്റു 9, 9 4 36, 9 4 12, 126 00. ഓപ്ഷൻ എ. ഓക്കെ, വലിയ കണക്കാക്കി തോന്നി, പക്ഷെ അത് കറക്റ്റ് ക്യാൻസൽ ആയി പോയി. 62 ഒരു തവണ പോയി. പിന്നെ നെക്സ്റ്റ് 248 കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആവറേജിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. LMNൻ്റെ ടോട്ടൽ ആവറേജ് എത്രയാണ്? ടോട്ടൽ ആവറേജ് 93 ആണ്. അപ്പോൾ L+M+N എത്രയായിരിക്കും? 93 ഇൻറ്റു 3, 297 ആയിരിക്കും അവരുടെ ടോട്ടൽ സം എന്ന് പറയുന്നത്. ഇനി എല്ലിൻ്റെയും എമ്മിൻ്റെയും ആവറേജ് 89 ആണ്. അപ്പോൾ എല്ല് എമ്മിൻ്റെയും സം എത്രയായിരിക്കും? 89 ഇൻറ്റു 2, 178 ആയിരിക്കും. 18, 16, 17. നെക്സ്റ്റ് M+N ആണ്. M+Nൻ്റെ ആവറേജ് 96.5 ആണ്. അപ്പോൾ അവരുടെ സം എത്രയായിരിക്കും? 96.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10, 12, 13, 13, 18, 19, 193 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു എല്ല് വരും, ഒരു എൻ വരും, 2 എം വരും. എൻ്റെ അടുത്ത് എമ്മിൻ്റെ വെയിറ്റാണ് ചോദിച്ചത്. അതായത് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു എം എക്സ്ട്രാ ആഡ് ആവും. അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. 2, അതായത് 178 കൂട്ടണം 193 മൈനസ് 297 ചെയ്താൽ കിട്ടി 196. 12, 178, 193. 8 3 11. എനിക്ക് ഓപ്ഷനിൽ ഇല്ലാത്ത പോലെ തോന്നണം. എന്താ, ഞാൻ ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും. 11, 11, 9, 7, 16, 1, 17, 3, 371 മൈനസ് 297 എന്ന് പറയുമ്പോൾ 11 മൈനസ് 7 4 വരണമല്ലോ യൂണിറ്റ് ഡിജിറ്റ്. 3 9 ആണ്. 299. സില്ലി മിസ്റ്റേക്ക്. ഓക്കെ, 299. അപ്പോൾ 11 9 കുറയ്ക്കുമ്പോൾ 2 വേണം യൂണിറ്റ് ഡിജിറ്റ്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അടുത്തത് 13th ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഇത് ഒരു നല്ല ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ ഒരു സെയിം മോഡൽ ക്വസ്റ്റൻ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ഏതോ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ബിയും എയും കൂടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അവർ എയും ബിയും കൂടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുന്നത്? ബി സ്റ്റാർട്ട്സ് 4 minutes ആഫ്റ്റർ എ ആദ്യം പോയിട്ട് 4 മിനിറ്റ് കഴിഞ്ഞിട്ട് 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴത്തേനും എ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവും അല്ലേ? ഇനി എന്താ പറയുന്നത്? ആ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 മൈലാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ആവുകയാണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ടോട്ടൽ 7 മൈലാണ്. അപ്പോൾ എ എന്ത് ചെയ്തു? എ ആദ്യം ആ എൻഡ് പോയിന്റിൽ എത്തിയിട്ട് തിരിച്ച് 1 മൈൽ നടന്നു.
1 മൈൽ നടന്ന് എ ഇവിടെ എത്തി, തിരിച്ചു വരുവാണ് കേട്ടോ. അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ബി ഇവിടെ നിന്ന് പതുക്കെ നടന്ന് വന്നു. രണ്ടുപേരും കൂടെ ഈ പോയിന്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. അതിനാണെന്നുണ്ടെങ്കിൽ എയുടെ സ്പീഡ് തന്നിട്ടുണ്ട് 8 മിനിറ്റ് എടുക്കും 1 മൈൽ സഞ്ചരിക്കാൻ. ബിയുടെ സ്പീഡ് എന്ത്, അതായത് ബി 1 മൈൽ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത്രേ കാണുന്നുള്ളൂ. എ എത്ര ദൂരം സഞ്ചരിച്ചു നോക്ക്. 4 മിനിറ്റ് കൊടുത്തു. ആ കണക്കിലേക്ക് നമുക്ക് പിന്നെ വരാം. എ എന്ത് ചെയ്തു, ഈ ടോട്ടൽ 7 മിനിറ്റ് ആദ്യം സഞ്ചരിച്ചു. എന്നിട്ട് തിരിച്ച് പിന്നെ 1 മൈലും കൂടി ഇങ്ങോട്ട് സഞ്ചരിച്ചു അല്ലേ. 7 മൈലും പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് 1 മൈൽ വന്നു. അപ്പോൾ 8 മൈലാണ് ടോട്ടൽ എ സഞ്ചരിച്ചത്. എക്ക് 1 മൈൽ സഞ്ചരിക്കാൻ 8 മിനിറ്റ് എടുക്കണേ തന്നിട്ടുണ്ട്. എ സ്പീഡ് ഈസ് എ മൈലിൻ 8 മിനിറ്റ്. 8 മിനിറ്റ് എടുത്തിട്ട് 1 മൈൽ. അപ്പോൾ 8 മൈൽ സഞ്ചരിക്കാൻ എന്തെടുക്കും? 8 × 8 64 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ എ 64 മിനിറ്റ് എടുത്തെങ്കിൽ ബി അത്രയും ദൂരം സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും? നമുക്കറിയാം ബി എപ്പോഴാണ് തുടങ്ങിയത്? എ സഞ്ചരിച്ച് 4 മിനിറ്റിന് ശേഷം പുറകെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എ മൊത്തം 64 മിനിറ്റ് എടുത്ത് ബി 4 മിനിറ്റ് കുറവേ എടുത്തിട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ബി എടുത്ത സമയം എത്രയാ? 60 മിനിറ്റ്. 60 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ബി 60 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും നോക്ക്. ബി ഇവിടെ നിന്ന് സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് മീറ്റ് ചെയ്തത്. അതായത് 1 മൈൽ കുറവാണ്. ഇത് ടോട്ടൽ 7 മൈലാണ്. അതിൽ 1 മൈൽ കുറവാണ് ബി സഞ്ചരിച്ചിട്ടുള്ളൂ അല്ലേ. അതായത് 7 - 1 6 മൈലാണ് ബി സഞ്ചരിച്ചത്. അപ്പോൾ ബിക്ക് 6 മൈൽ സഞ്ചരിക്കാൻ 60 മിനിറ്റ് എടുക്കുമെങ്കിൽ 1 മൈൽ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? 60/6 10 മിനിറ്റ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1 മൈൽ സഞ്ചരിക്കാൻ 10 മിനിറ്റ് സമയം എടുക്കും. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രെയിൻ ടേക്സ് 40 മിനിറ്റ്സ് മോർ ദാൻ ട്രെയിൻ ബി ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 450 കിലോമീറ്റർ ഡ്യൂ ടു എൻജിൻ ട്രബിൾ കാരണം ബിയുടെ സ്പീഡ് 1/4 കുറഞ്ഞു. സോ എന്ത് ചെയ്യുന്നു? എനേക്കാൾ 30 മിനിറ്റ് കൂടുതൽ സമയം എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയുടെ സ്പീഡ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ബി എടുക്കുന്ന സമയം ഞാൻ ടി എന്ന് പറയുന്ന സമയമായിട്ട് ഞാൻ എടുക്കുന്നു. ബി സഞ്ചരിക്കാൻ എടുക്കുന്നത് ടി ആണ്. 450 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ സ്പീഡ് എത്രയായിരിക്കും? ബിയുടെ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 450 ആണ് ഡിവൈഡഡ് ബൈ ബി എടുത്ത സമയം ടി ആണ്. അതവിടെ എഴുതി വെച്ചു. എ എടുക്കുന്ന സമയം എത്രയായിരിക്കും? എ എടുക്കുന്ന സമയം എ ടേക്സ് 45 മിനിറ്റ്സ് മോർ ദാൻ ബി. ഇതാണ് ബി എടുക്കുന്ന സമയം. ടി ആണ് ബി എടുക്കുന്ന സമയം. അതിനേക്കാൾ 45 മിനിറ്റ്സ് എടുക്കുന്നു എന്ന് പറയുമ്പം എയുടെ സ്പീഡാണ് ഞാൻ എഴുതണത്. ഈ എഴുതി വെച്ചിരിക്കുന്നത് ബിയുടെ സ്പീഡാണ്. അപ്പോൾ എത്ര എടുത്തിട്ടുണ്ടാകും? എയുടെ സ്പീഡ് എത്രയായിരിക്കും? 450 ഡിസ്റ്റൻസ് ഏത് ടൈമിൽ? ബി എടുത്തത് ടി സമയം, അതിനേക്കാൾ 45 മിനിറ്റ് കൂടുതൽ എന്ന് പറയുമ്പം 3/4 എന്ന് വരും. അതായത് 450 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി പ്ലസ് 3/4 എന്ന് വരും. അപ്പോൾ എയുടെ സ്പീഡ് ബിയുടെ സ്പീഡ് ഞാനവിടെ എഴുതി വെച്ചു. ഇനി അടുത്ത കണ്ടീഷനിൽ എൻജിൻ ട്രബിൾ ആയപ്പം ബിയുടെ സ്പീഡ് 1/4 കുറഞ്ഞു. ഇപ്പോഴത്തെ ബിയുടെ സ്പീഡ് ബി ആണ്. അത് 1/4 കുറഞ്ഞു എന്ന് പറയുമ്പം എത്രയായി മാറിയിട്ടുണ്ടാവും? 3/4 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ 3b/4 ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. 1/4 എന്ന് പറയുമ്പോൾ 1/4 കുറഞ്ഞു. 1ൽ നിന്ന് 1/4 പോയാൽ 3/4. അപ്പോൾ ഇപ്പോഴത്തെ ബിയുടെ സ്പീഡ് 3/4 ബി ആണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എത്ര സമയം എടുക്കണമെന്നാണ് പറഞ്ഞത്? 450 ഡിവൈഡഡ് ബൈ സോ ഇറ്റ് ടേക്സ് 30 മിനിറ്റ്സ് മോർ ദാൻ എ ടു കംപ്ലീറ്റ് ദ ജേർണി. എ എടുക്കുന്ന സമയം ഇത് ടി പ്ലസ് 3/4. എ എടുക്കുന്ന സമയം ടി പ്ലസ് 3/4. അതിനേക്കാൾ 30 മിനിറ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ 30 മിനിറ്റ് 1/2 ആണല്ലേ. 30/60. ഇത്രയും സമയമായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതായത് ഇത് ചെയ്യുമ്പോൾ എത്രയെന്ന് വരും? 450 ഡിവൈഡഡ് ബൈ അടിയിൽ ടി പ്ലസ് 5/4 എന്ന് വരും അല്ലേ. 5/4. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും സാധനം എനിക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ 3b/4ൻ്റെ വാല്യൂ എനിക്ക് എത്രയാണെന്ന് കിട്ടി? 450 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 5/4 എന്ന് എനിക്ക് കിട്ടി. അപ്പോൾ നോക്കിക്കേ, 3 ഇൻറ്റു ബിയുടെ വാല്യൂ എനിക്ക് ഓൾറെഡി അറിയാം 450/t ആണല്ലേ. അപ്പോൾ അതിന് ഞാൻ 450 ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതുന്നു. ടി ഇൻറ്റു 4 വിച്ച് ഇസ് ഈക്വൽ ടു ഇതിന് ഞാൻ അതുപോലെ തന്നെ എഴുതണം 450 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 5/4. 450 ക്യാൻസലായി പോവും. ഓക്കെ ആണല്ലോ. അപ്പം 3 ഡിവൈഡഡ് ബൈ 4t വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പുറത്തെ കേസിൽ എന്തെന്ന് വരും? ഈ ടി പ്ലസ് 5/4നെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം മുകളിൽ 4 വരും, താഴത്ത് 4t പ്ലസ് 5 എന്ന് വരും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 12t പ്ലസ് 15 വിച്ച് ഇസ് ഈക്വൽ ടു 16t എന്ന് വരും.
അതായത് 4 ടിയുടെ വാല്യൂ 15 എന്ന് വന്നു. ടിയുടെ വാല്യൂ 15/4 എന്ന് വന്നു. ഓക്കെ, ടിയുടെ വാല്യൂ 15/4 എന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എയുടെ സ്പീഡാണ് ചോദിക്കണം. എയുടെ സ്പീഡ് എത്രയാണ്? 450 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 3/4. അത് ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ എത്രയാണെന്ന് വരും? എയുടെ സ്പീഡ് ഇസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 3/4. ടി എത്ര കിട്ടിയത്? 15/4. 15/4 പ്ലസ് 3/4, അതായത് 450 ഡിവൈഡഡ് ബൈ 15 3 18 ഇൻറ്റു 4. 9 വെച്ച് ക്യാൻസൽ ചെയ്തോ? 2 50 25 25 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 100. കുറച്ച് സമയം എടുത്തു എന്ന് എനിക്കറിയാം. ഇതിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കണ്ടുപിടിക്കുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം തൽക്കാലം ഈ മെത്തേഡ് വഴിയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ 100 ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നമുക്ക് ഒരു മോട്ടോർ ബോട്ട് ഉണ്ട്. ഹൂസ് സ്പീഡ് 20 കിലോമീറ്റർ. അതായത് ബോട്ടിൻ്റെ സ്പീഡ് 20 ഓക്കെ ആണല്ലോ. ഇറ്റ് ടേക്സ് 30 minutes മോർ ടു ഗോ 24 കിലോമീറ്റർ അപ് സ്ട്രീം ദാൻ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ ഡൗൺ സ്ട്രീം. അതായത് ഒരേ ഡിസ്റ്റൻസ് 24 കിലോമീറ്റർ ആണ് സഞ്ചരിക്കണേ. ഡൗൺ സ്ട്രീമിൽ പോകാനാണോ അപ് സ്ട്രീമിൽ പോകാനാണല്ലോ കൂടുതൽ സമയം എടുക്കുക? അപ് സ്ട്രീം സ്പീഡിൽ പോകാനായിരിക്കും. കാരണം അപ് സ്ട്രീം സ്പീഡ് കുറവാണ്, B-S ആണല്ലേ. അപ്പോൾ 24 കിലോമീറ്റർ ഞാൻ എങ്ങനെ സഞ്ചരിക്കുന്നു? ഡൗൺ സ്ട്രീമിലും അപ് സ്ട്രീമിലും പോകുന്നതിൻ്റെ ഡിഫറൻസ്, സമയത്തിൻ്റെ ഡിഫറൻസ് ആണ് 30 മിനിറ്റ് എന്നിരിക്കുന്നത്. അപ്പോൾ അപ് സ്ട്രീം പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ B-S, അതായത് 20 മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡായിരിക്കും. ഇതാണ് അതിനെടുക്കുന്ന സമയം, അപ് സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന സമയം. മൈനസ് ഡൗൺ സ്ട്രീമിൽ പോകാൻ എടുക്കണതോ 24 ഡിവൈഡഡ് ബൈ 1/20 പ്ലസ് S ആയിരിക്കും. ഈ രണ്ട് എടുക്കുന്ന സമയത്തിൻ്റെ ഡിഫറൻസ് ആണ് എത്ര വന്നിരിക്കുന്നത്? 30 മിനിറ്റ് എന്ന് വന്നിരിക്കുന്നത്. അതായത് 30/60 ചെയ്യുമ്പോൾ 1/2 എന്ന് വരും. 24 അങ്ങോട്ട് കൊണ്ടുപോയി എന്തെന്ന് വരും? 1/20 മൈനസ് S മൈനസ് 1/20 പ്ലസ് S വിച്ച് ഇസ് ഈക്വൽ ടു 24 അങ്ങോട്ട് പോകുമ്പോൾ 1/48 എന്ന് വരും. ഇനി എസ്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. 20 ഇവിടെ LCM അടിയിൽ 48 ആയിട്ട് വരണം. അപ്പോൾ 20 16 16 3 വന്നാൽ ശരിയാവും. എസ്സിന് ഞാൻ 4 ഇട്ട് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ 1/16 മൈനസ് 1/24 എന്ന് വരും അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 1/48 വരും. കാരണം 24 16 പോകുമ്പോൾ കണ്ടത് ക്യാൻസൽ ആയി പോകും. ഇതിൻ്റെ LCM 48 എന്ന് വരും. 3 മൈനസ് 2 1 തന്നെ വരും. അപ്പോൾ സ്ട്രീമിൻ്റെ സ്പീഡ് എനിക്ക് കിട്ടിയ എത്രയാണ്? 4 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത കണ്ടീഷനിൽ പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡ് ഞാൻ 2 കിലോമീറ്റർ കൂട്ടി. ബോട്ട് നിലവിൽ ഇപ്പോൾ 20, അത് 2 കൂട്ടി എന്ന് പറയുമ്പോൾ 22 ആക്കി മാറ്റി. എന്നിട്ട് 39 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും 30 കിലോമീറ്റർ അപ് സ്ട്രീമും പോകാൻ എടുക്കുന്ന സമയം. 39 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകണമെങ്കിൽ 22 4 26 സ്പീഡിൽ പോകും. പ്ലസ് 30 കിലോമീറ്റർ അപ് സ്ട്രീമിൽ പോകണമെങ്കിൽ 22 മൈനസ് 4 18 കിലോമീറ്ററിൽ പോകും. അപ്പോൾ ഇതിനെടുക്കുന്ന സമയം എത്രയാണ്? 13ൻ്റെ മൾട്ടിപ്പിളാണ് 3/2ൽ പോവും. 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം 5/3, അതായത് 3/2 പ്ലസ് 5/3 എന്ന് ആൻസർ കിട്ടി. അതായത് എത്രയാണെന്ന് വന്നു? 9 10 19 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി. അതായത് 6 18 3 മണിക്കൂറും എടുക്കും. പിന്നെയോ 18 കഴിഞ്ഞൊരു 1/6 ബാക്കി വരും. അതിനെ മിനിറ്റിലേക്ക് ആക്കുമ്പോൾ 10 എന്ന് കിട്ടും. 3 hour 10 minutes എന്നുള്ള ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണോ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 15 ക്വസ്റ്റ്യൻ. അടുത്ത പാട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.